rest and sleep in your hotel room, but go and attend a nearby churches to worship. Okay, praise the Lord. നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കാം. ഞാൻ വാസ്തവത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 Peter chapter 1 കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് പ്രസംഗിക്കുകയായിരുന്നു. For the last 4 weeks I have been preaching from 1 Peter chapter 1. ഇന്ന് അതിൻ്റെ 5 and 6 ഒരു സർമണൂടെ ഉണ്ട്. ദൈവം അനുവദിച്ചാൽ നെക്സ്റ്റ് ആഴ്ച പറയാം. There is one more portion to conclude that message. If God willing, next weeks I will continue from it. ഞാനത് പ്രിപ്പയർഡ് ആയിരുന്നു, പക്ഷേ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ മറ്റൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം ചർച്ചക്കാർക്കറിയാം. I am already prepared, but you all are aware last week I was busy with another project, that's why. നിങ്ങളെല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ നമുക്ക് തിരുവത്തി വായിക്കുന്ന പോലെ നിങ്ങളുടെ അധ്വാനം ഒന്നും കർത്താവിൽ വ്യർത്ഥമല്ല എന്നല്ലേ 1 Corinthians 15 വായിക്കും. നിങ്ങളുടെ അധ്വാനം ഒന്നും കർത്താവിൽ വ്യർത്ഥമല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പം പ്രസൻ്റ്ലി റിസൾട്ട് ഇല്ലെങ്കിലും ഗോഡ് വിൽ വർക്ക് ത്രൂ ഹിസ് ലിവിങ് വേർഡ്സ്. Amen. I requested all of your prayers for a specific matter last week, and we shared, and even though we haven't seen a sudden result, but the word of God will work it out in his time. So let us keep continue praying for that matter. ഞാൻ അവിടെയുള്ള 1-2 ഫാമിലിക്ക് വേണ്ടി ദൈവവചനം പറഞ്ഞു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. I agreed with the 2 or 3 families over there, and I agreed to share from the word of God the truth of the gospel with them. ആ സൂം മീറ്റിങ്ങിൽ 2-3 സഹോദരങ്ങൾ ജോയിൻ ചെയ്തു. അവരോട് ചോദിച്ചാൽ മതി എത്ര ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നതെന്നുള്ളത്. In that Zoom meeting, a couple of our church family members also joined. Just ask them how hard and how difficult their questions were. നമുക്കെല്ലാ ക്വസ്റ്റ്യനും ഹിസ്റ്റോറിക്കലി ബിബ്ലിക്കലി ആൻസർ ഉണ്ട് കേട്ടോ. ഒരു വറി എന്നെപ്പറ്റി ഉണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ടു മീ. ഐ വിൽ ഗിവ് ദി ആൻസർ ഫ്രം ദ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആൻഡ് ഫ്രം ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്. For all the questions, if a human being has, then there is a biblical answer to everything. If you are not sure about any questions, please check with me, and I will provide you certain answers based on the scripture. എന്നോട് 2-3 സഹോദരന്മാർ പറഞ്ഞ് ഞങ്ങൾ കൂടെ അതൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയായാൽ മാത്രം മതി. Certain brothers actually showed their interest to know the answers in detail. Please be ready. I am always available. Amen, amen. നമ്മൾ എത്ര നോളജ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഗോസ്പൽ പറഞ്ഞ് ജനത്തിന് കർത്താവ് പാവബോധം വരുത്തിയാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ. No matter how knowledgeable we are, it is only the Jesus Christ is the one who begin a work and is come to share the gospel to them. Yeah. Let the Holy Spirit work in their heart. Amen. Hallelujah. വേറെ ഒരു കാര്യം കൊണ്ടും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തില്ല. ഷെയർ ദ ഗോസ്പൽ. ദൈവവചനത്തിന് മാത്രമേ ഉള്ളൂ ഷാർപ്പർ. അതിൻ്റെ ആ ഇരുവായിത്തലയുള്ള ഏത് വാളിനേക്കാൾ അങ്ങനെ ഒരു സാധനം ഈ ഭൂമിയിൽ ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അത്രയ്ക്ക് ഷാർപ്പാണ്. only gospel can penetrate the heart of the people. Amen. Only when human strategies doesn't work. So basically the sharper than double-edged sword, that is the word of God. Share the gospel and praise God will work it out. നമ്മൾ പറഞ്ഞാൽ മതി. ദൈവം തന്റെ വചനം അയച്ചാൽ അത് അതിന്റെ പ്രവൃത്തിക്ക് അത് മടങ്ങി എന്ത് ചെയ്യത്തില്ല. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. Our responsibility is to share the gospel and he will finish it to completion. നിങ്ങൾ രാവിലത്തെ നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ ടെസ്റ്റ് കണ്ടാണ് നമ്മുടെ സൂസനാൻഡിയുടെ പിതാവ് ഇന്ന് രാവിലെ 3 o'clock ആയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് താന് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അവർ നാളെ യാത്രയാകുന്നു. നമ്മുടെ പ്രാർത്ഥന പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. Maybe you all saw a text message in the church family group. Sister Susan from Arizona, her father went to be with the Lord yesterday last night, and he was fine, but they were planning to go and do all the funeral service. Please uphold them in your prayers. Amen, amen. നമുക്ക് ഫിലിപ്പിയൻസ് 4ലേക്ക് ഞാനൊരു 2 Saturday ബാക്കിൽ ഒരു ഈവനിങ് മീറ്റിംഗ് ഞങ്ങൾ 5-6 പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫിലിപ്പിയൻസ് 4-നകത്തുനിന്ന് ഒരു കാര്യം അവരോട് എക്സോർട്ട് ചെയ്ത് അന്ന് തൊട്ട് എനിക്കിത് സഭായോഗത്തിന് പറയണമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം. Turn with me to Philippians chapter 4. Let us turn our attention to the book of Philippians chapter 4. അതിൻ്റെ ഹോൾ ചാപ്റ്ററിൽ നിന്ന് ചില കാര്യം പറയാനായിട്ടാണ് പോകുന്നത്. നമുക്കതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചു തുടങ്ങാം. വേഴ്സ് നമ്പർ 1. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 1 ഇങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട്
എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുവിൻ. അതിൻ്റെ 6-ാമത്തെ വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഇംഗ്ലീഷിൽ വായിക്കാം. Philippians chapter 4 verse 1. Therefore, my beloved brethren, whom I long to see my joy and crown, in this way stand firm in the Lord, my beloved. And verse 6, be anxious for nothing, but in everything by prayer and supplication with thanksgiving let your requests be made known to God. Amen, amen. ഇനിയും വളരെ പ്രാർത്ഥനയോടെയും ദൈവകൃപയോടും കൂടെ നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. Let us approach the word of God with prayer and with the fear of the Lord. വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ, വളരെ പ്രാക്ടിക്കലായ ചില കാര്യങ്ങൾ ഞാൻ ദൈവസഭയോട് പറയാനായിട്ട് പോവുകയാണ്. I am going to share very serious and also very practical the way of scripture. ഞാനൊരു 2 years 3 years ബാക്കിൽ ഫിലിപ്പി ലേഖനം വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് നമ്മുടെ ചർച്ചയിൽ 54 മണിക്കൂർ പഠിപ്പിച്ചിട്ടുണ്ട്. 54 hours. 2-3 years before I shared from this book of Philippians almost 52 to 53 hours. I taught all of you. അത് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്തവരുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം. At that time there were a group of people who regularly attended and listened to these messages, and I thank God for ഇത് ആ നിലയിലല്ല, വളരെ പ്രാക്ടിക്കലായ ചില കാര്യങ്ങൾ ഈ തിരുവെഴുത്തിനെ മാത്രം അധികരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. I'm not going to share in that exact manner, but I am going to share in another perspective from this chapter. നിങ്ങൾ ആ വചനത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ വളരെ പ്രാർത്ഥനയും ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് ഒരു ദൈവകൃപയ്ക്കായിട്ട് അപേക്ഷിക്കുകയും ചെയ്യണം. Please pray, sit with an attitude of prayer and approach the word of God. ദൈവവചനത്തെ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വായിക്കുന്നില്ലേ, കണ്ടെത്തി ഭക്ഷിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം ഈഗർലി സീക്കിംഗ് ടു ഗെറ്റ് the word. ദൈവവചനം എങ്ങനെ ലഭിക്കാനായിട്ടുള്ളൊരു അന്വേഷണമായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. Always from our side we need to have an eagerly expectation or search for the truth or the word of God. ഈ ഭക്ഷണം കണ്ടെത്തി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ ഇവിടുന്ന് 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം ഫുഡ് വരുന്ന വണ്ടി പുറകിലായിരുന്നു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ആ ട്രേ ഒന്ന് തുറക്കാൻ. എന്ന് പറഞ്ഞ പോലെ വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ. So yesterday, for example, when we were traveling, after 2 hours we all got hungry, so we were waiting for the vehicle which carried the food and its opening. We were waiting. Similarly, eagerly wait for the word of the Lord. ഓക്കെ, ഇത് ഈ 4-ാം അധ്യായത്തിനകത്ത് പ്രിസണിൽ കിടന്ന ഭക്തനായ പൗലോസ് എഴുതുകയാണ്. This epistle was written by Paul while he was imprisoned. ആരാണ് എഴുതുന്നത് നമുക്കറിയാം. We know who is the author of this book. ഏത് കോണ്ടെക്സ്റ്റ് ആണെന്ന് നമുക്കറിയാം. പ്രിസണിലാണ്, പോളാണ് എഴുതുന്നത്. We know Paul, he wrote this epistle and also he was in prison during that time. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല, പക്ഷേ പ്രിസണിലാണ്. ഒരു തെറ്റ് ചെയ്തിട്ടില്ല. The context of this book is though he was innocent, still he was imprisoned, and that the author who wrote this book during his imprisonment. താൻ ചെയ്തത് ഗോസ്പൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. The only accusation against Paul was he just shared the gospel. പക്ഷേ ഒരിക്കലും ഒരു റിലീസ് ഉണ്ടാകുമെന്ന് അപ്പോസ്തലൻ അറിയില്ല. He doesn't know whether he will be released free from that jail. ഒരുപക്ഷെ തനിക്ക് മരണമായിരിക്കാം, നമുക്കറിയില്ല നാളെ എന്നാ നടക്കാൻ പോകുന്നതെന്ന് പോളിന് അറിയില്ല. He was unsure what is waiting for him tomorrow, maybe a death. ആ കോണ്ടെക്സ്റ്റിലാണ് 6-ാമത്തെ വാക്യം പറയുന്നത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. During that context, Paul was writing this word, be anxious for nothing. വാസ്തവത്തിൽ അത് അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്. നാളത്തെ അൺസർട്ടനിറ്റി ജീവിക്കുന്ന ഒരാളാണ്. He is such a person who is sitting with an uncertainty about his tomorrows. മെറ്റീരിയൽ അടിച്ചാൽ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. If we think materially, he doesn't have any expectation for good, expectation for tomorrow. ഈ അധ്യായത്തിനകത്ത് തന്റെ 4 സ്റ്റേറ്റ്മെന്റ് കാണാം. 4 സ്റ്റേറ്റ്മെന്റ്. We can see 4 great statements of this man of God. 4:6 നമ്മൾ ഇപ്പോൾ വായിച്ച കാര്യം, do not be anxious. The first statement, be anxious for nothing. 4:10 വായിക്കുന്നുണ്ട്, I rejoice in the Lord. And chapter 4 verse 10 we can see, I rejoice in the Lord greatly. നിങ്ങൾ എവിടെ കിടക്കുന്നതെന്ന് ഓർക്കണം, തന്റെ അൺസർട്ടനിറ്റി മനസ്സിലാക്കണം. അവിടെ ഇരുന്നുകൊണ്ട് താൻ എഴുതെഴുതുകയാണ്, ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്, കർത്താവിൽ സന്തോഷിക്കണം. We all need to bear this in our mind, where he was
actually at that time and what was his situation, at that time he was saying, be anxious for nothing. 4:11 വളരെ ഗൗരവമേറിയ വാക്യം. I am content with what I have. എനിക്കുള്ളത് ഞാൻ തൃപ്തനാണ്. Again, the third statement in chapter 4 verse 11, he was saying that I am content in whatever circumstances I am. 4:13 വായിക്കുന്നത് I can do all things. 4 സ്റ്റേറ്റ്മെന്റ്. ഞാൻ വിചാരപ്പെടുന്നില്ല, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ തൃപ്തനാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാണ്. 4 great statements we can see. Chapter 1 verse 6, be anxious for nothing. Then chapter 4 verse 1, I greatly rejoice. And chapter 4 verse 11, he's saying, I know how to be content in whatever circumstances I am. And chapter 4 verse 13, I can do all things through him who strengthens me. ഒരു കുറ്റവാളിയായി കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയുമോ? He was actually imprisoned as a prisoner. Is he able to say like these statements? ഞാൻ അത്രയും ഡീപ്പായിട്ട് പറയാതെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് എത്ര പേർക്ക് പറയാനായിട്ട് പറ്റും? I am not anxious. I rejoice in the Lord. I can do all things with Christ. I am content with what I have. How many of us who are being seated here can strongly say, I am not anxious about anything. I am rejoicing every day. And I am content, and also I can do all things through Christ who strengthens me. നിങ്ങൾ 12ാമത്തെ വാക്യത്തിനകത്ത് ഒരു പദം കണ്ടോ? അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അലംഭാവം എന്നൊരു പദമുണ്ട് അവിടെ. കണ്ടന്റ്. We can see, I know how to be content in whatever circumstances I am. I have learned to be content. And we can see in English, for I have learned to be content. ജീവിതത്തിലെ സാഹചര്യങ്ങൾ പലതിലൂടെ ദൈവം തന്നെ കടത്തിവിട്ടപ്പോൾ ഫിലിപ്പിയരോട് താൻ പറയുകയാണ്, I learned to be content. Because he went through different circumstances during his lifetime. That's why Paul was saying that I learned to be content. ഇവിടെ ഇരിക്കുന്ന നമുക്കാർക്കും ഓവർനൈറ്റ് എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റത്തില്ല I am content എന്നുള്ള കാര്യം. ജീവിതത്തിൽ ഇന്ന് വരെ ദൈവം നടത്തിയ എല്ലാ വഴികളെയും ഓർത്തിട്ട് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? I am not anxious. I am content. I can do all things through Christ who strengthens me. I rejoice in the Lord. എത്ര പേർക്ക് വഞ്ചന കൂടാതെ പറയാനായിട്ട് പറ്റും? No person can say this statement overnight. During their life's journey, during all the circumstances, how many of us can say these 4 statements so strongly? ഇവിടെ 6ാമത്തെ വാക്യം അല്പം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. 6ാമത്തെ വാക്യത്തിനകത്ത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ജയിലിൽ കിടക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റണമെങ്കിൽ അദ്ദേഹം വിചാരപ്പെടാതിരിക്കണം. കുറഞ്ഞ വർഷം, റൈറ്റ്? How a person who is imprisoned can say this statement, be anxious for nothing? എന്ന് പറഞ്ഞാലേ, ഞാൻ ജീവിതത്തിൽ അനുസരിക്കാത്തൊരു കാര്യം ഇവിടെ വന്ന് അങ്ങ് പ്രസംഗിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ഓർക്ക് എന്തോ ഒരു ഡിസോണസ്റ്റ് ആയിരിക്കും ഉദ്ദേശിക്കുക എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, റൈറ്റ് അല്ലേ? If I am not experienced or I am not practicing certain things, but if I am preaching in the pulpit, how my wife is going to rate me? She will definitely think that I am a dishonest person. പോളിന്റെ അടുത്ത് നിരവധി ആളുകളുണ്ട്. ഫിലിപ്പിയ ലേഖനം വായിച്ചാൽ നമുക്കറിയാം. അതുപോലെ തന്നെ ഫിലോമോന്റെ എപ്പിസ്റ്റൽ വായിച്ചാൽ അറിയാം. പോള് ഒരു റെന്റൽ ഹൗസിൽ താമസിക്കുകയാണ്. തന്നെ സഹായിക്കാനായിട്ടും തൻ്റെ റൈറ്റിങ്സ് പുറത്തു കൊണ്ടുപോയി കൊടുക്കാനായിട്ടും തനിക്ക് ഫുഡ് തരാനായിട്ടും ഒക്കെ ആൾക്കാർ അവിടെ ഉണ്ടാകാം. പക്ഷേ അവരെല്ലാം സാക്ഷിയാക്കിയാണ് പറയുന്നത്, I am not anxious. Paul actually was accompanied by a group of friends. We can see that in the books. We can see that though he was imprisoned, there are certain people who was helping Paul. In the midst of them, Paul was strongly stating, I am not anxious about anything. നമ്മൾ ആത്മീയരാണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്നറോട് ചോദിച്ചാൽ മതി, അല്ലേ? നമ്മുടെ സ്പൗസിനോട് ചോദിച്ചാൽ മതി, നമ്മുടെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ മതി, നമ്മുടെ വൈഫിനോട് ചോദിച്ചാൽ മതി. നമ്മൾ ആത്മീയരാണോ, നമ്മൾ പ്രാർത്ഥിക്കുമോ, നമ്മൾ വായിക്കുമോ എന്നുള്ള കാര്യം കൂടെ താമസിക്കുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. If we need to know whether we are spiritual, truly spiritual, if a person abide with you, like a life partner truly understand whether you are spending some time in prayer and whether you are honest, holy, spiritual person. നിങ്ങൾക്കറിയാമോ, ഈ ലേഖനം അപ്പോസ്തലൻ എഴുതുമ്പോൾ ഈ ലേഖനം അടുത്ത ചർച്ചിൽ കൊണ്ട് കൊടുക്കേണ്ട ആള് ഇത് എഴുതുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. This time when he was writing this epistle, a person was sitting next to him and watching him. He was saying this. ഒരു കാരണവശാലും വ്യാജം എഴുതാൻ പറ്റില്ല. He cannot lie because so many people are in front of him and they were watching him. പ്രത്യേകിച്ച് റീസെന്റ്ലി രക്ഷിക്കപ്പെട്ട ആളുകളാണ് നല്ല ചുറ്റും ഇരിക്കുന്നത്.
especially recently converted people are sitting with him in that house. വേറെ ആർക്കും പോളിനെ പോലെ ജൂവിഷ് ഹെറിറ്റേജ് ഒന്നുമില്ല. No one else have such a big Jewish heritage such as Paul. അതിനകത്ത് തന്നെ മനസ്സിലാക്കി എത്ര ഓണസ്റ്റ് ആണ് ഓരോ സെന്റൻസുകൾ. So we are aware that so honest is all words are. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ നോക്കി കൊളരാത്തവെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നീ ഓണസ്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം തീർന്നതാണ് അതിന്റെ അർത്ഥം. Though some people may accuse us with certain other things, but if a person label us as he or she is a dishonest person, such a pathetic situation our life will be. നമ്മളോട് ഒരാൾ പറയാ നീ ഓണസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു പ്രയാസമായിരിക്കും അല്ലേ? Think about ourselves. If someone is addressing us, you are a dishonest person, how much sad we will be. നിന്റെ സ്വഭാവത്തിന് ഇന്ന കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നീ ഓണസ്റ്റ് അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോസ്തലൻ ആ കാലത്ത് രക്ഷിക്കപ്പെട്ട അന്നത്തെ ആളുകൾ തൻ്റെ ചുറ്റുമിരിക്കുമ്പോൾ എപ്പിസിൽ എഴുതി കൊടുക്കുകയാണ്, നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങൾ ആങ്ഷ്യസ് ആകരുത്, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ കണ്ടന്റ് ആകണം. Amen. A group of people, beloved brothers, were sitting around Paul. To them, Paul was writing. He was saying that do not be anxious, be joyful, and be content, and you can do all things through Christ to strengthen you. സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയുണ്ട്? How is our Christian life? Let us examine ourselves, our Christian life. Praise the Lord. Hallelujah. നമ്മൾ നമ്മെ തന്നെ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം. Let us examine ourselves about our spiritual life. ഇവിടെ ഈ വറി എന്നത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. Here we can see anxiousness or worry. It can be misled us. നമ്മുടെ ജീവിതത്തിൽ ഒരു ആക്സിഡൻ്റലായിട്ട് ഒരു കാര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ നമ്മൾ നിശ്ചയമായിട്ടും അറിയാവും അല്ലേ? റൈറ്റ്? ആം ഐ റൈറ്റ്? If there is an unexpected situation come in a very unexpected moment, human beings tend to be anxious suddenly. അതിൻ്റെ അർത്ഥം ഈ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വറി എന്ന് പറഞ്ഞാൽ ഒരു വിഷയം നമുക്ക് ഉണ്ടായാൽ നമ്മൾ കൺസേൺഡ് ആകരുത് എന്നല്ല. ശ്രദ്ധിച്ച് കേട്ടോണം. ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വറി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രയാസം വന്നാൽ, എനിക്ക് ആ പ്രയാസം, ഇപ്പോഴത്തെ ഈ പോസിറ്റീവ് ചിന്തകാർ പറയുന്നത് എനിക്ക് പ്രയാസമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുക. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു വിഷയം ഉണ്ടായാൽ we all are concerned about that. No matter what is happening, if there is a sudden or unexpected thing happens, we all tend to be concerned about that matter. കൺസേൺ ആകണം. നമ്മുടെ കൊച്ചു ഹോസ്പിറ്റലാണ്, കർത്താവേ നാളെ അതിൻ്റെ റിസൾട്ട് വരും, എന്താവും എന്നറിയത്തില്ല. നമ്മളെല്ലാം കൺസേൺഡ് ആണ്. എല്ലാ ഹ്യൂമൻ ബീയിങ്ങും കൺസേൺഡ് ആണ്. Human beings, with respect to his or her matter, they are all concerned if there is a sudden unexpected thing happen. Not like positive thinking. People are saying that do not consider that, just have positive thinking. Not like that. We need to concern. എന്താ പിന്നെ ഈ ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? But what is the exact meaning of anxiousness? എന്ന് പറഞ്ഞാൽ ആങ്ഷ്യസ് ശ്രദ്ധിച്ച് കേട്ടോണം. എനിക്കൊരു വിഷയം ഉണ്ടായാൽ ഞാൻ അതിനെപ്പറ്റി കൺസേൺഡ് ആകുന്നില്ല, വേദനിക്കുന്നില്ല, ആ ഒരു അർത്ഥത്തിലല്ല. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കൊരു പ്രയാസം ഉണ്ടായി, ദൈവം അതിനകത്ത് ഇടപെടുന്നില്ല, ഈവിൾ എൻ്റെ മേൽ വന്ന് ഭവിക്കൂ എന്ന ഭയത്തെയാണ് ബൈബിളിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ? Based on Bible, anxiety means if something suddenly, unexpectedly happening in your life, then you are fearing that God is not present at that situation and Satan is going to harm you. If you think in that way, that is called anxiousness. My fear that something evil will happen to me. Amen. എൻ്റെ പേടി എനിക്ക് എന്തെങ്കിലും വന്ന് ഭവിക്കും, എൻ്റെ ആ വിഷയത്തിൽ ദൈവം ഇടപെടുന്നില്ല എന്ന അകാരണമായ ഭയത്തെയാണ് ബൈബിൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. Without any reason, we fear some failures and we are thinking or doubting that in my matter, God is not going to intervene and God is not intervene and Satan is going to destroy my life. എനിക്കൊരു പ്രയാസം വരുമ്പോഴേ എന്നെ സഹായിക്കാൻ ആരുമില്ല, ദൈവം പോലും എന്നെ സഹായിക്കുന്നില്ല, തിന്മ എൻ്റെ മേൽ വന്ന് ഭവിക്കും, എനിക്ക് നാശം നേരിടും, ആ നിലയിലുള്ള ചിന്താഗതിയെയാണ് ബൈബിൾ ആങ്സൈറ്റി അല്ലെങ്കിൽ വ്യാകുലം എന്ന് പറയുന്നത്. Anxiousness means whenever something happens to you, you doubt God and you are doubting whether God will help me and you are doubting that Satan is going to attack me. That is called anxiousness. ഞാൻ പറയുന്നത് വളരെ ഓണസ്റ്റല്ലേ, നമ്മൾ കർത്താവിനെ സേവിക്കുന്നെങ്കിലും പലപ്പോഴും നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പോകാറില്ലേ?
am I telling you the truth? Though we believe that there is a God who is always ready to help us, still many times we tend to fear Satan and doubting God. തിരുവഴുത്തിനകത്ത് മനോഹരമായൊരു വാക്യമില്ലേ, അനുഗ്രഹിക്കപ്പെട്ട വാക്യം, നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല. നോ evil will never happen to you. വായിക്കുന്നില്ലേ? Amen. No good things will be withheld, or no evil things will happen to a righteous man. അങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യമല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ക്രൈസിസിന്റെ നടുവിലാണെങ്കിലും ഓർത്തോണം, അതൊന്നും ഈവിൾ അല്ല, എൻ്റെ തമ്പുരാന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. No matter what is happening in our life, we need to acknowledge the fact that all things are controlled by a heavenly Father. Praise the Lord. Amen. Hallelujah. എൻ്റെ ഒരു ICPFിൽ വർക്ക് ചെയ്ത ഒരു മോന് ക്യാൻസർ വന്ന് ലേറ്റ് ടീനേജിൽ മരിച്ചു. One of my friends from ICPF who was in his late teenage and he caught up with a cancer and he went to be with the Lord. ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. I was talking with the father of that child during the hospital visitation. അന്നേരം പിതാവിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. The father shared with me one word during that time. എനിക്ക് ടെൻഷനായിരുന്നു, കർത്താവ് എന്താണ് ആ പിതാവ് പറയാൻ പോകുന്നത്. അന്നേരം അദ്ദേഹം എന്നോട് പറയാ, യഹോവയുടെ മുമ്പാകെ നമ്മൾ എല്ലാ സാഹചര്യത്തിലും മിണ്ടാതെ ഇരുന്നാൽ മതി എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഒരു ട്രാക്റ്റൂഡ് എഴുതി എനിക്ക് തന്നു. That father shared with me, I have to be still and sit quietly in front of the Lord. And he wrote actually a tract also after that incident. പ്രിയപ്പെട്ടവരെ, ബുദ്ധിമുട്ടാണെങ്കിലും ആ ഭക്തന്റെ കാഴ്ചപ്പാട് കണ്ടോ? Though he was in a difficult situation, still just look at the point of view of that godly man. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? അഗപ്പേ ലവ് എന്നാണ് എൻ്റെ അർത്ഥം. അഗപ്പേ ലവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ദോഷം വരണമെന്നല്ല, എനിക്കൊരു തിന്മയും വരരുത് എന്ന് പറഞ്ഞാണ് തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. That verse's meaning is, my father is showing an agape love. He is loving me as his dear own child, and no matter no evil can harm me without his permission. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഇവിടെ തുടരുന്ന കാര്യമാകട്ടെ, പേപ്പർ വർക്ക് ആകട്ടെ, ജീവിതത്തിൽ എന്ത് ഭാരങ്ങളും ആകട്ടെ, do not be anxious. No matter what the എനിക്ക് ഈവിള് ഭവിക്കുമെന്ന ഒരു ചിന്തയും ഭക്തനുണ്ടാകാൻ പാടില്ല. കാര്യം എന്നാ? അവൻ നിനക്കൊരു തിന്മയും ചെയ്യില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതാണ് നമ്മുടെ ഉറപ്പ്. Because no matter what is happening to your life or any one of our life, whenever we face anything, imagine and believe that God will never withhold his goodness from you and he is in control of your life. പറയുന്ന വാക്കിന്റെ അർത്ഥം tear into pieces എന്നാണ്. ഒരു പേപ്പർ കീറിക്കളയുന്ന പോലെ അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ഇല്ലാതാക്കുന്നു. Worry, that means tearing a paper into pieces. Similarly, worry can take away our heart and make us completely broken and lost. We are torn apart when we worry. Amen. Hallelujah. Praise the Lord. ഞാൻ പണ്ട് അതിനെപ്പറ്റി മാത്യു 16 പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പണ്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഗ്ലൂവിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പണ്ടുണ്ടായിരുന്നു. ഗ്ലൂവിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എന്താണെന്ന് അറിയാമോ? ആ ഗ്ലൂവിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേപ്പറിൽ എഴുതിയേക്കുന്നത്, ദിസ് ഗ്ലൂ വിൽ ഫിക്സ് എവറിത്തിങ് എക്സെപ്റ്റ് ബ്രോക്കൺ ഹാർട്ട്സ്. Amen. Last time I mentioned an advertisement as an example for this. One glue has an advertisement like this. This glue can fix everything except brokenness. Praise the Lord. Hallelujah. അതുകൊണ്ട് ഞാൻ ഈ വാക്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണമെന്നല്ല, തിരുവെടുത്ത് എഴുതി വെച്ചേക്കാണ്, നോ ഈവിൾ വിൽ ബിഫോൾ യു. അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. Amen. കർത്താവ് എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ അഗപ്പേ ലവ് ആണ്, എനിക്ക് നന്മ വരണമെന്ന സ്നേഹം എന്നാണ് അതിൻ്റെ അർത്ഥം. The meaning of the verse is, God is loving you by showing us a fatherly, tenderly, compassionate love, and no good things will be withheld from you. That's why he is showing his great, amazing love towards you. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ ഭയപ്പെട്ട 80% കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? എല്ലാവരും. Let us ask ourselves, how many things we doubted and we worried. Just think through, did at least 80% of those things which we thought about, did it happen really? നമ്മളൊക്കെ എത്രയോ പേര് ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ നാളെ ഒന്ന് നേരം വെളുക്കാതിരിക്കുകയായിരുന്നെങ്കിൽ, അല്ലേ? നേരം വെളുത്ത് നമുക്കെല്ലാം 50-60 വയസ്സുമായി. How many of us many times in our life situations thought, let us not see tomorrow, but still we are living.
പ്രൈസ് ലോർഡ്. നമ്മൾ ഭയപ്പെട്ട 80% കാര്യം സംഭവിച്ചിട്ടുമില്ല. അതിൻ്റെ എല്ലാ നടുവിൽ കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തുകയും ചെയ്തു. നമ്മളിന്ന് പാടിയതുപോലെ ആടിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയരേ സമുദ്രത്തിൻ നടുവിൽ വിളി കേട്ട് പിൻവരുവാൻ. നമ്മൾ പലപ്പോഴും താണുപോയപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ആ വലങ്കരം നീട്ടി എന്നെ ഒന്ന് പിടിക്കണമേ. ഡു നോട്ട് ബി ആങ്ഷ്യസ്. Amen. In our past situations and circumstances, so many times we worried whether we will be able to move forward. But still we are living, and we take courage and do not lose your heart. Praise the Lord. Hallelujah. ചില ആളുകൾ പിന്നെ വറിയുടെ കാര്യം ചിലരോട് നമ്മൾ വർത്താനം പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ഉള്ള മൂടൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? To certain people, if we start to speak with them, whatever happiness or gladness we have, we will tend to lose after the conversation. ചിലരെ ഈ 180 ഡിഗ്രി തിരിഞ്ഞ വർത്താനം പറയത്തുള്ളൂ. There are certain people, they always talk about against or objections. അവരുടെ മേൽ ഇന്ന് ഭൂമി ഇടിഞ്ഞു വീഴുന്ന അവരുടെ വർത്താനം മുഴുവൻ. They were thinking that they are going to be attacked by no matter what the situations and circumstances. ഞാൻ 2 ആഴ്ച മുമ്പ് ഇവിടെ തന്നെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. അന്ന് അത് ആവർത്തിക്കാൻ കാര്യം ഇതിനകത്തിരിക്കുന്ന 95% ഒന്നും യോഗത്തിന് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. I mentioned 2-3 weeks back an example. At that time 80% of this congregation was not 95% of this congregation were absent. So I am going to repeat that example one more time. പറയാൻ കാര്യം ശനിയാഴ്ച ഇവിടെ പ്രാർത്ഥന ഉണ്ടെന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുക. And I am going to remind you there is a prayer meeting every Saturday night. നമുക്ക് ഈ സൺഡേയിൽ ഇങ്ങനെ വരുന്നതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളല്ലേ. കാര്യം സാറ്റർഡേ വൈകിട്ട് പിയാനോ, ഗിത്താർ, പാട്ടുകാരൊന്നും ഇല്ല. അതുകൊണ്ട് എന്താ പറയുക, ഒരു പഞ്ചില്ലെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടോ നമുക്ക്? Are we thinking that there is no kind of an excitement to come and join for a few minutes or few hours to pray? ഈ ഞാൻ പറഞ്ഞ സ്റ്റോറി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഒരിക്കൽ ഒരു വീട്ടിലെ മദറിന് ഭയങ്കര പേടി. ദൈവമേ, പുള്ളിക്കാരി എന്നും ഇങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കുമ്പം അവിടെ കള്ളം കയറി, ഈ സിറ്റി കള്ളം കയറി, സൗത്ത് സെൻട്രലിലെ കട കള്ളം പൊട്ടിച്ചു, എന്നും ഇങ്ങനത്തെ ന്യൂസാണ് ഈ ഫോക്സ് തുറക്കുമ്പോഴും നമ്മുടെ കോമൺ ന്യൂസ് തുറക്കുമ്പോഴൊക്കെ ഇവർ കാണുന്നത്. I'm just saying, giving you an example. One woman of the family, she was very much afraid of robbers or breaking in houses. She was hearing a lot of neighborhood places are being broken by thieves. ഇവരുടെ വീട് ഡബിൾ സ്റ്റോറി വീടാ. Her house was a double-storied house. എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ ആ പുള്ളിക്കാരി പിന്നെ ഒന്നും ഉറങ്ങില്ല. If she hear any sound, then her sleep was gone. 10 വർഷമായിട്ട് കള്ളനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് പുള്ളിക്കാരി. That lady of the house was actually literally waiting for seeing a robber or thief. ഒരു ദിവസം എന്തോ ഒരു സൗണ്ട് ഡൗൺ സ്റ്റെയറിൽ കേട്ടു. One day something happened. They heard a big sound downstairs. ഈ പുള്ളിക്കാരി ഉറങ്ങാത്തതുകൊണ്ട് ഹസ്ബൻഡിന് ഉറങ്ങാൻ പറ്റത്തില്ല. 10 വർഷമായി പുള്ളി ഉറങ്ങിയിട്ട്. Since this lady of the house was not sleeping, husband was also unable to sleep. For the past 10 years they were alert and wide awake throughout ഈ the night. സൗണ്ട് കേട്ടോണ്ട് ഹസ്ബൻഡ് ഡൗൺ സ്റ്റെയറിൽ ഇറങ്ങി വന്നു. Husband came downstairs because he heard a big voice downstairs. സാക്ഷാൽ കള്ളൻ അവിടെ ഉണ്ട്. Literally a thief broke in that house and he saw a thief. ഈ കള്ളൻ ഈ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ഓടാൻ ഒരുങ്ങി. The thief about to run when he saw the owner of the house. ഈ ഹസ്ബൻഡ് ഇങ്ങനെ കൈ കൂപ്പിട്ട് പറഞ്ഞെന്നാ പറഞ്ഞത്, നീ പോകരുത്, നിന്നെ 10 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരാൾ മേളിലോട്ടെന്ന് പറഞ്ഞു. This husband approached the thief and folding his hands, he requested the thief, please go upstairs. For the past 10 years a person has been waiting for you and please show her. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെന്നാ പറഞ്ഞേ, നിന്നെ കണ്ടു കഴിഞ്ഞാലെങ്കിൽ അവള് കിടന്ന് ഉറങ്ങിക്കോളൂല്ലോ. Then husband added one more thing to the thief, after seeing you my wife will start to sleep peacefully. Worry can steal your rest every day, whereas a thief can steal your things one day. Amen. Worry can steal your rest every day, but a thief can steal your peace one day. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേര് ദൈവമക്കൾ എന്നാണല്ലേ? Our name, we are labeled as children of God. നമ്മുടെ കർത്താവ് അറിയാതെ തലയിലെ മുടി വീഴുന്നില്ലെന്നല്ലേ തിരുവെഴുത്ത് പറയുന്നേ? The scripture very clearly saying that without his ഒരു വിലയില്ലാത്ത സ്പാരോയെ കരുതുന്നെന്നല്ലേ തിരുവെഴുത്ത് പറയുന്നേ? Without his permission not even a single hair will fall to the ground, and even a cent cost for the sparrow, and he cares for that sparrow too. Old Testamentil ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. Old Testament God was saying one thing. നിങ്ങൾ ഒരു പുവർ ആയിട്ട് ഒരാളുടെ ബ്ലാങ്കറ്റ് എടുത്താൽ,
If one person was taken away your blanket, if that person was a poor person, ആ മനുഷ്യന് ഈവനിങ് ആകുന്നതിന് മുമ്പ് നീ ബ്ലാങ്കറ്റ് തിരികെ കൊടുക്കണം. before the evening, you need to return that blanket of that poor man. കാരണം എന്നറിയാമോ, അവന് രാത്രിയിൽ കിടക്കുമ്പോൾ തണുക്കും. എന്താ വായിക്കുന്നേ? Because our Lord Jesus was concerned about his well-being. That's why he was commanding, you need to return that blanket for that poor person. ബ്ലാങ്കറ്റ് ഇല്ലാതെ കിടക്കുന്നവന്റെ ശരീരത്തിന് ചൂട് ആവശ്യമെന്ന് അറിയാവുന്നവനെ നമ്മൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ do not be anxious. If we have such a tender, compassionate Father, then do not be anxious about anything. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലായിക നിമിത്തം. And we are singing a beautiful song. All these things are happening because you are not sharing everything to God in prayer. Praise the Lord. 10 വർഷമായിട്ട് കള്ളനെ കാത്തിരിക്കുന്ന ആരും ഐപിക്കോസിൽ ഇല്ലല്ലോ അല്ലേ? I believe that type of mentality, though a person who has been waiting for the past 10 years for a thief, I believe not one person is sitting here in Ipikos. ഞാൻ ആ പറഞ്ഞതിന്റെ എലാബറേറ്റ് അർത്ഥം മനസ്സിലായല്ലോ? I believe you got the elaborate meaning of that verse. Praise the Lord. Hallelujah. പ്രസംഗിൽ കിടന്ന താൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, do not be anxious. He was in the prison and he was caught as a thief. At that time he was saying that be anxious for nothing. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. No matter what happened in our life, നാളെ നമുക്ക് എന്താണ് വരുന്നത് നമുക്കറിയില്ല. we are unsure about our tomorrows, പക്ഷെ നമുക്ക് ഒരാളെ അറിയാം. but we know a എന്റെ person. കർത്താവിനെ എനിക്കറിയാം. We know- എനിക്കൊരു ദോഷവും വരാൻ അങ്ങേക്ക് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. അവൻ എന്റെ ഭാവിയെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Because he lives, I can face tomorrow, so do not be anxious about anything. ഇത് അപ്പോസ്തലൻ ഇത് പറയാനായിട്ട് ഈ അധ്യായത്തിനകത്തൊരു 3 കാര്യമുണ്ട്. Apostle was sharing this. There are 3 reasons in this chapter. അത് നമ്മുടെ സഭയ്ക്ക് ആപ്ലിക്കബിൾ ആകണം. അതിനു വേണ്ടിയാണ് ഞാൻ പ്രത്യേകം പറയാൻ പോവാ 3 കാര്യം. There are 3 reasons why he is saying these statements, and it should be applicable to IPCOS congregation. That's why I'm sharing this. 10ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 10ാം വാക്യം Verse 10. ഒന്ന് വായിക്കാം. But I rejoiced in the Lord greatly that now at last you have revived your concern for me. Indeed, you were concerned before, but you lacked opportunity. ഒന്നാമത് താൻ ഇങ്ങനെ വിചാരപ്പെടാതെ കണ്ടന്റ് ആയിട്ട് കർത്താവിൽ സന്തോഷിച്ച് പോകാനുള്ള ഒന്നാമത്തെ റീസൺ ആണ് വേഴ്സ് നമ്പർ 10. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? പോൾസ് കോൺഫിഡൻസ് ഇൻ ദ കൺസേൺ ഓഫ് ഗോഡ്സ് പീപ്പിൾ. Amen. ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? എന്ന് പറഞ്ഞാലേ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തനിക്ക് വേണ്ടി കരുതുന്ന, തനിക്ക് വേണ്ടി ഇടിവി നിൽക്കുന്ന ഒരു സഭയുണ്ടെന്ന് തനിക്കറിയാമായിരുന്നു. Paul was not at all concerned or anxious about anything. One reason, he is assured of a group of people sincerely praying on behalf of him. എന്നെ ശ്രദ്ധിച്ചേ. എക്സ്പോസിറ്ററി സർമൺ അല്ലാത്തതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചേ. ബൈബിളിലേക്ക് ഇപ്പം നോക്കണ്ട, ശ്രദ്ധിച്ചേ. Please listen me. I am not sharing an expository message. Share me a practical application I am going to share. വളരെ പോൾ പറയുക, അപ്പോസ്തലൻ പറയുക, ആത്മാവ് പറയുക, നിങ്ങൾക്ക് എന്നെ പറ്റി കരുതലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. Paul was telling that a congregation, they were really concerned about this man of God. സഭയോട് ഞാൻ ആ തിരുവെഴുത്തിൽ നിന്നൊരു ദൂത് പറയാം. Let me tell you a word of God to the church from the word of God. നമ്മുടെ കുടുംബങ്ങളിലെ ഒരാളുടെ വറി എങ്ങനെ ഇല്ലാതാക്കാം എന്നറിയാമോ? അവർക്ക് വേണ്ടി കരയുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്നുള്ള ബോധ്യം അവർക്കുണ്ടാക്കുക. How can we reduce a family's pain? If we are sure that there is a church who is upholding us in their prayers, our pains will be reduced. സഭയിലെ അന്യോന്യ സഹകരണം നമ്മുടെ വറി ഇല്ലാതാക്കും. If there is a good communication between families, then most of our worries will be reduced. നമ്മുടെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? ശ്രദ്ധിച്ചേ, നമ്മുടെ പ്രശ്നം എവിടെ കിടക്കുന്നത് അറിയാമോ? Where is our trouble lying? നമ്മൾക്ക് ഒരു ഓർഗാനിക് ബന്ധം ആരോടും ഇല്ലെന്നുള്ളതാണ്. Because we lack an organic relationship between church നമ്മൾ family. എത്ര മണിക്കൂർ വേണമെങ്കിലും ചിലരോട് വർത്താനം പറയും. We may tend to speak hours and hours to certain പക്ഷെ ഒരു people. ലിവിംഗ്
റിലേഷൻഷിപ്പ് അന്യോന്യമില്ല. But there is a lack of living relationship ഒരു between them. ഫാമിലിക്ക് മറ്റൊരു ഫാമിലിയുടെ പ്രയാസം അറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ബന്ധം നമ്മുടെ ഇടയിലില്ല. There is no true relationship to acknowledge the pain of a family and to stand on behalf of ഒരു them. വേദന നമ്മുടെ വീട്ടിലുണ്ടായാൽ അത് പറയാൻ ഒരാൾ നമ്മുടെ ഇടയിൽ കുറവാണ്. If there is a true problem arise in our family, there is very little people we can call and share our pain wholeheartedly. ഇത് ആരുടെ കുഴപ്പാ? Do you know what is the problem? ഇത് ആരുടെ കുഴപ്പാ? Whose problem is this? എന്റെ കുഴപ്പാ. It's my problem. നമ്മുടെ കുഴപ്പാ. It's our problem. എന്നോട് ഒരാൾ അവന്റെ വേദന പറയുന്നില്ലെങ്കിൽ അവനിൽ നിന്ന് ഞാൻ അകന്നെന്നാണ് എന്റെ അർത്ഥം. If a person is not sharing his or her personal pain with me, that means that person is standing far apart. എന്തിനാ ഞാനിത് പറയുന്നതെന്നറിയോ? Do you know why I am sharing this? നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മ അങ്ങനെ ആകരുത്. This small gathering, it should not be like this. ഇവിടുത്തെ പ്രസംഗത്തിന് ഓളമില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ 8 വർഷമായിട്ട് അറിയാം. You all are aware that this is not having big the thing. ആധികം കേട്ടവനോട് ആധികം ചോദിക്കുന്ന തിരുവെഴുത്ത് പറയുന്നത് ശരിയാണോ? We are hearing more from the word of God and we will be asked more. ഫിലിപ്പിയ സഭയെ പോൾ അഡ്രസ് ചെയ്യുന്നതാണ് 4:1 2 വാക്ക് അവിടെ ഉണ്ട്. Here Paul was addressing the Philippians church. എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്തൊരു ടേമ ഉപയോഗിച്ചേക്കുന്നത്. He was addressing with the 2 phrases, my beloved brethren whom I long to see and my joy. എന്റെ ബിലവഡ്, എന്റെ സ്നേഹ വാത്സല്യമുള്ള എന്റെ സഹോദരങ്ങളെ, പ്രസന്നയിൽ ഇറങ്ങിയാൽ എനിക്ക് നിങ്ങളെ കാണാനാണ് ആഗ്രഹം. നമുക്ക് എത്ര സഹോദരങ്ങളോട് അങ്ങനെ ബന്ധമുണ്ട്? How many of us have such a beloved brothers in our community or in our congregation? Here Paul was actually eagerly desiring to visit and addressing them, beloved, I long to see and you are my joy. നമ്മുടെ ബന്ധം എന്നാ? മീ, മൈ ഫാമിലി, മൈ കിഡ്സ്, വേറൊന്നുമില്ലല്ലേ? What is our relationship? Me, I, myself and my family. I am the king, my wife is the queen, my kids are the princess. That is all about our world. Our household, we are thinking that I am king and my wife is the princess and kids are the family members. Princess. Okay. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ അനുസരിക്കാനാണ് ഇത് പറയുന്നത്. If I want to repeat, I will പണ്ടൊരാളൊരു repeat. പാട്ട് പാടി, ഞാൻ പണ്ടിവിടെ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് എന്നെയാണ് ഇഷ്ടം, എനിക്ക് എന്നെയാണ് ഇഷ്ടം. ഇത് കേട്ടോണ്ടിരുന്ന ആൾ ചോദിച്ചു, അത് കഴിഞ്ഞിട്ടോ? പുള്ളി പറഞ്ഞു, അത് കഴിയുകയല്ലെന്ന് പറഞ്ഞു. One time one person was singing a song, I love myself, I love myself. And then the person who was hearing asked, after that whom do you love? Then he is saying that again after that I love by myself. ഒരു സന്തോഷമില്ലല്ലേ, ഒരു കൃപയില്ലാതെ. സാനിറ്റോണിയിൽ നിന്ന് വന്ന്, ഇന്ത്യയിൽ നിന്ന് വന്ന്, ഇതാണ് ഇവിടെ ഇന്നും ഇങ്ങനെ. Hallelujah. Do not ഞാനിവരൊരു പ്രൈസിലോടൊക്കെ പറയും, റാന്നിയിലെങ്കിലും വരുമ്പോൾ പ്രൈസിലോട് പറയുന്നൊരു സഭ എന്നെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Hallelujah, hallelujah. Do not think that. ഞാനിത് അത്ര ഗൗരവമായിട്ട് വായിച്ചൊരു കാര്യമല്ല. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ചല്ല. Amen. ഇത് കഴിഞ്ഞ ശനിയാഴ്ച അന്ന് ഇവിടെ പറഞ്ഞു കഴിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഭാരം ഉണ്ടായി. Because I am not planning to preach this, but I heard last week from one of the brothers, and that's why I wanted to share this today. സഭയിലെ അന്യോന്യ സഹകരണം, അന്യോന്യ സ്നേഹം. What is the relationship between church family? And ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടായി വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്. അതിന്റെ കാര്യം എന്നറിയോ? അങ്ങനെ പറയാൻ കൊള്ളാവുന്നവരില്ലെന്നുള്ളതാ സത്യം. Amen. How many of us, when we face a problem, we call one of our church family members and share our pain? Why are we not doing that? Because there are very few. കാര്യം നമ്മുടെ വേദന നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 പേരുടെ ആൾക്കാർ പറയും. We tend to fear that if we share our true and honest pain, we fear that they may distribute that news with several other people. പണ്ടൊരാൾ പറഞ്ഞ പോലെ വളരെ ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ ഇതിനെ കളിയാക്കി ഓപ്പോസിറ്റായിട്ട് പറയുന്നത്, ആരോടും പറയരുത്, വളരെ പബ്ലിക് ആയിരിക്കണമെന്ന്. കേട്ടിട്ടില്ലേ? There is a quotation that if we do not want to share with anything, then we can say it in public. Yeah. Anyway, you got it. I believe that you understood what I shared. അപ്പോസ്തലൻ വിളിക്കുക എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ. Here a group of church family, he was addressing them, my beloved brothers. നമ്മുടെ 20-21 കുടുംബം തമ്മിൽ അങ്ങനെ ആകണം. We need to be with each other. This അതിനകത്ത് ചിലപ്പോൾ ഒരാൾ താഴേണ്ടവരും താഴണം. If we need to be low, we need to go low if we want to share anything. നമ്മുടെ ഈഗോ ഒക്കെ ഓടിയിട്ടെ, ഒരാൾക്ക് സൂപ്പർ ഈഗോ അങ്ങ് നിന്നോട്ടെ, എന്താ കുഴപ്പം? We need to break our egos. If there is a super ego person, let them go.
നമ്മൾ അന്യോന്യം ആത്മാവിൽ അത് റെക്കഗ്നൈസ് ചെയ്യണം. എൻ്റെ പ്രിയരും എൻ്റെ വാഞ്ചിതരുമാണ് എൻ്റെ സഭ. അങ്ങനെയെങ്കിൽ അപ്പോസ്തലൻ പറഞ്ഞ പോലെ പറയാം, എനിക്ക് വേണ്ടി കരുതുന്ന ഒരാളുണ്ട്. സോ ഐ ആം നോട്ട് ആങ്ഷ്യസ്. So here Paul was saying that there is a group of church family. They were very anxiously praying for me. That's why I am strong. I am not anxious about anything. So he is addressing that group, my beloved, my joy. വേദന പറഞ്ഞാൽ പ്രാർത്ഥിക്കാം ബ്രദറെ, അല്ലെ പ്രാർത്ഥിക്കാം സിസ്റ്ററെ എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി 10 മിനിറ്റ് പ്രാർത്ഥിക്കണം. Amen. If a person shares a pain with you, we need to separately spend some time in intercessory prayer for that matter. ബൈബിളിനകത്ത് പ്രാർത്ഥന വരവാന്ന് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? പ്രാർത്ഥന വരവാനില്ല, അങ്ങനെ ഗിഫ്റ്റ് ഇല്ല. It is to all. Have we ever read in the book of the Bible, prayer is one of the gifts of the Spirit? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ചിലർക്ക് അവർക്ക് പ്രാർത്ഥനാ വരം ഉണ്ട്. അങ്ങനെ ഒരു വരം ഇല്ല. It is to all. Gift of praying is a gift to everyone. Praise the Lord. Amen. ഹലോ, Hallelujah. ആ പദം എൻ്റെ പ്രിയരും വാഞ്ചിതരും, വാഞ്ചിതരുമായ, my beloved and my joy. അങ്ങനെ വിളിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം. We need to practice. If we need to address our church family members in this way, we need to pray for that. Praise the Lord. Hallelujah. അത് സത്യത്തിൽ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരംഗം, ഒരു ശരീരത്തിലെ അവയവങ്ങൾ. A church is represented as one body with different organs. ഈ എനിക്ക് അങ്ങനെ ഒത്തിരി കാര്യം വരുന്നു. ചിലപ്പം ഈ മൂക്ക്, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ ആ അവയവത്തിലെ മൂക്കാന്ന് ചിന്തിക്കുക. Just example, imagine one of you is the nose of that big body of Christ. അന്നേരം ഇവിടെ കാലായിട്ടുള്ളവരും ഉണ്ട്. And there are certain people who are the feet of the body, church family. അന്നേരം കാല് പറയുക മൂക്കിനോട്, അങ്ങനെ നീ ഒന്ന് സ്റ്റേജിൽ നിൽക്കണ്ട. And if that leg was telling the nose, you are not supposed to stand in the pulpit. ഹലോ 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 അങ്ങനെ കാല് തീരുമാനിക്കുക, എന്നാൽ ഞാൻ സ്റ്റേജിൽ നിൽക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കാല് ഇവിടുന്ന് തൂങ്ങി കിടക്കുന്ന എങ്ങനെ ഇരിക്കുന്നു. Just imagine that body's feet only come and standing on the stage or pulpit, not with the nose. കാലിന് കാലിൻ്റെ ജോലി, മൂക്കിന് മൂക്കിൻ്റെ ജോലി, ചെവിക്ക് ചെവിയുടെ ജോലി, എന്നാൽ മാത്രമേ പ്രോപ്പർ ഫങ്ഷൻ ഉണ്ടാവുള്ളൂ. Amen. Each organs need to function appropriately. Then only a body of Christ will be functioned effectively. എൻ്റെ പ്രിയരും My എൻ്റെ beloved, വാഞ്ചിതരുമായ സഹോദരന്മാരെ, My അങ്ങനെ ഒരു ബന്ധം നമുക്ക് അന്യോന്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ വേദനയിൽ എന്ത് ആശ്വാസമാണെന്നറിയാവോ? if we have a congregation and if they are ready to share, we can share everything to them. How much satisfied we നമ്മളെ are. ടെസ്റ്റിമണി പറയുമ്പോൾ കരയാനൊരു സഭ പുറകിലുണ്ടെങ്കിൽ എത്ര ആശ്വാസമാണെന്നറിയാവോ? How much comfort we receive if we have a church family behind us to cry over us. Then how much easy our life will be. Praise the Lord. Hallelujah. അങ്ങനെ ആകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. We all need to pray an intercessory prayer. ഒരു ദിവസം കൊണ്ട് നടക്കില്ല. Maybe it cannot happen overnight. ദൈവം തന്റെ സഭയെ പറ്റി ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അന്യോന്യം പറയണം, എൻ്റെ പ്രിയരും എൻ്റെ വാഞ്ചിതരുമായ സഹോദരങ്ങളെ. God is always looking after such a kind of church, which is actually we will be able to address the other members, my beloved, my joy, my crown. His confidence in the people of the Lord. Amen. Hallelujah. രണ്ട് കാര്യവും പറയാനായിട്ടുണ്ടായിരുന്ന സമയമില്ല. I have 2 more things to share, but lack of time. ഈ കാര്യം ഒരു ഫിലോസഫിക്കൽ പ്രീച്ചിങ് അല്ല, ഇത് പ്രാക്ടിക്കൽ ആക്കണം. This is not a philosophical preaching, but this is a practical application. നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞേക്കാണ്. Spirit of the Lord is very clearly exhorting or saying, അന്യോന്യം പ്രാർത്ഥിക്കാനും അന്യോന്യം സഹകരിക്കാനും അന്യോന്യം വേദനകൾ പങ്കുവെക്കാനും ഒക്കെ നമ്മുടെ കൂട്ടായ്മ ഒരുക്കണം. Our congregation should be able to share each other and also pray and intercessory prayer for other people, and we need to be able to do that from our congregation. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം അധികം കലങ്ങില്ല. If that is so, we will not be troubled.
Praise the Lord. Hallelujah. ഒരാളുടെ വേദന പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ റെഡി ആയിരിക്കണം. When we hear a prayer matter or a prayer request, we need to be ready to spend some time for that family. ഒരാൾ രോഗിയാണെന്നറിഞ്ഞാൽ if you have time, go and visit them. If we hear that a person is sick, if you have time, go visit and pray for ഒരാൾ them. നന്നായിട്ട് പെർഫോം ചെയ്താൽ appreciate them. If a person is performing well, appreciate them. Praise the Lord. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് എൻ്റെ മക്കളല്ല അവൻ്റെതല്ല അങ്ങനെ ചിന്തിക്കരുത്. They all are our kids. Do not think that this is not my son or my daughter, but appreciate all children are ours. Respect each other. Respect each Praying other. each other. Pray for each Help other. each other. Help each other. Amen. Amen. ഒരാമേൻ പറയാമോ ആ പ്രസംഗത്തിന്? Hallelujah. Amen. Amen. Thank you. Thank you. സ്തോത്രം 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 സ്തോത്രം. ഞാനിത്